ദിവസങ്ങൾക്കുള്ളിൽ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ വിവാദമായ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് 8 MLA-മാർ. LDF-ൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കം 4 MLA-മാർ കോളിളക്കം ഉണ്ടാക്കിയ കേസുകളിൽ പ്രതികളാണ്. UDF-ൽ 3 പേരും ഇരുപക്ഷത്തുമല്ലാതെ നിൽക്കുന്ന PV അൻവറും 8-മനായി പ്രതിസ്ഥാനത്തുണ്ട്. ഒരാഴ്ചയ്ക്കകം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ വിവാദമായ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് 8 MLA-മാരാണ്. ഭരണപക്ഷത്തിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടിയടക്കം 4 MLA-മാർ കേസുകളിൽ പ്രതികളാണ്. UDF-ൽ 3 പേർ പ്രതിസ്ഥാനത്തുണ്ട്. ഇരുപക്ഷത്തുമില്ലാതെ നിൽക്കുന്ന PV അൻവറാണ് 8-മനായി പട്ടികയിലുള്ളത്. വയനാട് ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ MLA പ്രതിയായ ആത്മഹത്യാ കേസ് 17-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ്. ഇതോടൊപ്പം മറ്റ് MLA-മാർ പ്രതികളായ കേസുകൾ കൂടിയാകുന്നതോടെ ചർച്ച കൂടുതൽ കടുക്കും. 2015 മാർച്ചിൽ മന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ നിയമസഭയിൽ അക്രമം നടത്തിയെന്ന കേസാണ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഉള്ളത്. 2.2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതിന് പൊതുമുതൽ നശിപ്പിച്ചെന്ന വകുപ്പുമുണ്ട്. ലഹരിമരുന്നുമായി പിടിയിലായ വിദേശിയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ അഭിഭാഷകനായിരിക്കെ തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയെന്ന കേസാണ് മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരെ ഉള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നടി നടത്തിയ വെളിപ്പെടുത്തലിൽ ലൈംഗികാതിക്രമത്തിനും വഞ്ചനയ്ക്കും കൊല്ലം MLA മുകേഷിനെതിരെയും കേസുണ്ട്. ബാലരാമപുരം സ്വദേശിനിയുടെ പരാതിയിൽ ലൈംഗികാതിക്രമ കേസാണ് കോൺഗ്രസ് MLA M വിൻസെന്റിന് എതിരായുള്ളത്. തിരുവനന്തപുരം പേട്ട സ്വദേശിനിയുടെ പരാതിയിൽ ലൈംഗികാതിക്രമം, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നിവയ്ക്കും എൽദോസ് കുന്നപ്പിള്ളി MLA-ക്കെതിരെയും കേസ് നിലനിൽക്കുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് അടിസ്ഥാനമാക്കി ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് IC ബാലകൃഷ്ണനെതിരെയും കേസുണ്ട്. നിലമ്പൂരിൽ സമരത്തിനിടെ പ്രവർത്തകർ വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ചതിന്, പൊതുമുതൽ നശിപ്പിച്ചതിനും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് 8-മനായി PV അൻവറിനെതിരെ കേസ്. ജനം, തിരുവനന്തപുരം.